അങ്ങനെ നമ്മുടെ മെഷീൻ്റെ പുതിയ TS07 ബാറ്ററി എന്നിട്ട് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ മെഷീൻ ഓണായിരിക്കുകയാണ്. ഇതാണ് TS07 ലൈക്ക ജിയോ സിസ്റ്റം സ്റ്റാർട്ടിംഗ് സിസ്റ്റം. പുതിയ മെഷീനാണ്. നമ്മളെന്താണ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഒരുപാട് ടൈം എടുക്കുമെന്ന് അറിയില്ല ഓണായി വരാനായിട്ട്. ഞാനൊരു ടേബിളിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ലെവലൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഏറെക്കുറെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ നോക്കാമല്ലോ. ഈ ടേബിളിൻ്റെ പൊക്കത്തിരിക്കുന്നതാണ് നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്യാനായിട്ട് പാടാണ്. സെറ്റപ്പ്, സർവേ, സെറ്റ് ഔട്ട്, ആപ്പ്, സെറ്റിങ്സ്, ന്യൂ ജോബ്, നെക്സ്റ്റ് പേജിൽ അത് ജോബ്, ഫിക്സ് പോയിൻറ്റ്സ്, SD കാർഡ്, മൂന്ന് പേജുണ്ട്. രണ്ട് പേജുണ്ട്. രണ്ട് പേജിൻ്റെ അകത്തും ഈ മാനേജിൻ്റെ അകത്ത് തന്നെ 3 സെക്ഷനായിട്ടാണ് കിടക്കുന്നത്. 3 പേജിലായിട്ടാണ് കിടക്കുന്നത്. സെറ്റപ്പിൽ വന്നാൽ സെറ്റപ്പിൽ മറ്റേ നമ്മുടെ 03 ഒക്കെ പോലെ തന്നെയാണ് തോന്നുന്നത്. ഓറിയൻറ്റേഷൻ വിത്ത് ആംഗിൾ, ഓറിയൻറ്റേഷൻ വിത്ത് കോർഡിനേറ്റ്, എച്ച് സ്റ്റാൻസ്, റീസെക്ഷൻ. ഞാനിപ്പോൾ ഈ F1 പോയത് മറ്റേ ടോപ്പ് കോൺ യൂസ് ചെയ്യുന്നതിൻ്റെ എസ്കേപ്പ് ബട്ടൺ ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇതിൻ്റെ എസ്കേപ്പ് ബട്ടൺ ഇവിടെയാണ്. രണ്ട് മെഷീൻ്റെ ബട്ടൺസ് മാറി നിൽക്കുന്നതുകൊണ്ടുള്ള വിഷയമാണ്. സർവേക്കകത്ത് 3 ഇതാണ് കിടക്കുന്നത്. സർവേ പ്ലസ് നമുക്ക് ടച്ച് കൂടെ ഉണ്ട് കേട്ടോ. ടച്ചും വർക്കാണ് ഇതിൻ്റെ അകത്ത്. ഇതാണ് നമ്മുടെ സ്റ്റിക്ക്, സർവേ ടച്ചിൻ്റെ സ്റ്റിക്ക്. അതെ, റെഫറൻസ് ലൈൻ, ഓക്കെ. അപ്പോൾ ഇത് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെഷീൻ്റെ അതേ ഒരു കോൺഫിഗറൊക്കെ തന്നെയാണ് കാണുന്നത്. നമുക്ക് എന്തായാലും സൈറ്റിലൊക്കെ കൊണ്ടുപോയി വർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പുതിയ മെഷീൻ. എന്നാണേലും